ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ലെനാസ് വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു വാനില ഐസ്ക്രീം റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് എങ്ങനെ ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഐസ്ക്രീമിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പാല് വേണം. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആ പാലിൽ തന്നെ കുറച്ച് പാല് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടി വേണം, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പിന്നെ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, ഗോതമ്പ് പൊടി 1 ടേബിൾ സ്പൂൺ, രണ്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഷുഗർ 250 ഗ്രാം വേണം. പിന്നെ വാനില എസൻസ് വേണം. അപ്പം നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലവറും ഗോതമ്പ് പൊടിയും രണ്ടും ഓരോരോ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇത് പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പം നേരിട്ടാൽ നമുക്ക് കട്ട കുത്തരം കൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്ക് പാലിൽ ഒഴിച്ചു കൊടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. മിക്സിയിൽ ഒരടി അടിച്ചാലും മതിയാവും. നന്നായിട്ട് മിക്സ് ആവും. നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ്, തിളപ്പിച്ച് വെച്ചതാണ്. ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇല്ലേ, ചേർത്ത് കൊടുക്കാം. പിന്നെ വാനില എസൻസ് വേണം. ഇതിലേക്ക് 7-8 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. കൂടിപ്പോവരുത്, ഒരു കയ്പ്പ് രസം വരും ഇത് കൂടിപ്പോയാൽ. ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം ഷുഗർ. നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് അടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഒന്ന് തിക്കാവണ വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാലിവിടെ നന്നായിട്ട് ഒന്നുകൂടി തിളച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം തിളച്ച് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. നല്ല കട്ടിയാവണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തണുക്കാനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ മിക്സ് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ആറുമ്പോൾ ഇത് മേലെ ഇങ്ങനെ ഒരു പാട കെട്ടി നിൽക്കുന്ന പോലെ ഒരു തിക്കായിട്ടുള്ള പോലെ ഉണ്ടാകും. അത് നിങ്ങളൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ ഒരടി അടിച്ചെടുത്താലും മതിയാവും. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഫോയിൽ ഷീറ്റ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലോസ് ചെയ്യാം. അപ്പം നമുക്കിത് 1 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് ക്രീമി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് വെക്കാം. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ടെക്സ്ചർ നന്നായിട്ട് ക്രീമി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 5 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസ് ചെയ്യാം. ഫ്രീസറിൽ വെക്കാം. 5 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം നമ്മളുടെ ഐസ്ക്രീം 5 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ
വാനില ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. If you like this video, do like, share, comment and subscribe. Thank you friends. Thanks for watching.